അവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:14 ഇങ്ങനെ വായിക്കുന്നു: വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിന്റെ വചനം പറയുന്നു വിളിക്കപ്പെട്ടവർ അനേകരെന്ന, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇതുവരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ ഒരു സുവർണ അവസരമാകുന്നു എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ. പിന്മാറിപ്പോയി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു സുവർണ അവസരമാണ്. അവൻ നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു. അവന്റെ ശബ്ദം ഇന്ന് പകലിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ അവനായി ഒന്ന് തുറന്നു കൊടുത്താട്ടെ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ വചനം വെളിപ്പാട് 3:20 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതെ, കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയാകുന്നത്. ആമേൻ, സ്തോത്രം. ആരും കൈവിടപ്പെട്ടുവാൻ സ്വർഗത്തിന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ മുട്ടുന്നു. അതെ, ആരും കേട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുന്നത്. അവന്റെ ശബ്ദമാ, അവന്റെ വചനമെന്ന് പറയുന്നത് അവന്റെ ശബ്ദമാ. ഈ ശബ്ദം കേട്ട് ആരെങ്കിലും അവനോട് എതിർത്ത് നിന്നു കഴിഞ്ഞാൽ കൈവിടപ്പെട്ടു പോകും. രണ്ടാം വരവെങ്കിൽ, യേശുപ്പന്റെ രണ്ടാം വരവെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ഈ വചനത്തോട് എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, അവനോട് എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുമെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത്. യേശുവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. തിരിച്ചറിഞ്ഞാട്ടെ, കർത്താവ് മാത്രമാണ് വഴിയും സത്യവും ജീവനും. എങ്ങോട്ടേക്കുള്ളതിന്? നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ. അതെ, അവന് യോഹന്നാൻ 14:6 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവ് തന്നെ വഴിയും സത്യവും ജീവനും. കർത്താവിന്റെ വചനം യോഹന്നാൻ 10 പറയുന്നത് ഞാനും പിതാവ് ഒന്നെന്നത്രേ. അതെ, ആ കർത്താവിൽ ആ നിത്യതയ്ക്ക് അവകാശിയായി തീരണമെങ്കിൽ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചല്ലാതെ വേറെ ഒരു വഴിയില്ല. അവൻ മാത്രമാകുന്നു ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം. ആമേൻ, സ്തോത്രം. അവന്റെ ശബ്ദം കേട്ട് ദയവായി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ ഇന്ന് ഈ പ്രഭാതത്തിൽ തുറക്കാമെങ്കിൽ നിങ്ങൾ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരും.